ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തീവണ്ടി യാത്രാ സുരക്ഷയുമായി ബന്ധപ്പെട്ട് റെയിൽപാളങ്ങളിലെ പട്രോളിംഗ് ശക്തമാക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. താമരശ്ശേരിയിൽ മരണപ്പെട്ട ഷഹബാസിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്ന് മനുഷ്യാവകാശ സേന. EPF പെൻഷൻകാരുടെ പട്ടിണി മാറ്റാൻ സർക്കാർ തയ്യാറാകണമെന്ന് കേരള പ്രൊവിഡന്റ് ഫണ്ട് മെമ്പേഴ്സ് ആൻഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ. വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി ഫറൂഖ് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വനിതാ ജനപ്രതിനിധി സംഗമം. ബീക്കൺ കാലിക്കറ്റ് ഏർപ്പെടുത്തിയ മാഗസിൻ അവാർഡ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം ഫാറൂഖ് കോളേജ് മാഗസിന്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. തീവണ്ടി യാത്രാ സുരക്ഷയുമായി ബന്ധപ്പെട്ട് റെയിൽപാളങ്ങളിലെ പട്രോളിംഗ് ശക്തമാക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. ട്രാക്കുകളിൽ അട്ടിമറി സംശയിക്കുന്ന സാഹചര്യത്തിൽ ട്രാക്ക് പരിശോധകരും പാതയോര യാത്രക്കാരും സമീപവാസികളും ജാഗ്രത പാലിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശൂരിനടുത്ത് റെയിൽപാളത്തിൽ ഇരുമ്പ് ദണ്ടുകളും പന്നിയങ്കരയ്ക്കടുത്ത് പാളത്തിൽ കല്ലുകളും നിരത്തിവെച്ച് നടത്തിയ അട്ടിമറി ശ്രമങ്ങൾ യാത്രക്കാരിലും റെയിൽവേ ജീവനക്കാരിലും ആശങ്കയും പരിഭ്രാന്തിയും ഉളവാക്കിയിരിക്കുകയാണെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. വന്ദേ ഭാരത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരുന്നതിനാൽ വേഗത കുറവായതിനാലും തൃശൂരിനടുത്ത് ഇരുമ്പ് ദണ്ടുകൾ ഗുഡ്സ് ട്രെയിൻ തട്ടിത്തെറിച്ചതിനാലുമാണ് വൻ ദുരന്തങ്ങൾ ഒഴിവായത്. ഈ പശ്ചാത്തലത്തിൽ റെയിൽവേയും പോലീസും സമീപവാസികളും യാത്രക്കാരും അതീവ ജാഗ്രത പുലർത്തണമെന്നും ഇത്തരം അക്രമ സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ അധികാരികളെ അറിയിക്കണമെന്നും കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ യോഗം ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിച്ചു. എത്രയും വേഗം കുറ്റവാളികളെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നും ഈ ആവശ്യമുന്നയിച്ച് റെയിൽവേക്കും മറ്റ് അനുബന്ധ ഉദ്യോഗസ്ഥർക്കും നിവേദനങ്ങൾ അയക്കുമെന്നും കോൺഫെഡറേഷൻ യോഗത്തിൽ അറിയിച്ചു. ഇക്കാര്യത്തിൽ ഇത് പ്രതിരോധിക്കാൻ റെയിൽവേയും കേന്ദ്ര സംസ്ഥാന പോലീസുകളും യാത്രക്കാരും റെയിൽപാളങ്ങളുടെ സമീപവാസികളും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും അതോടൊപ്പം റെയിൽവേ ട്രാക്ക് പട്രോളിംഗ് വർദ്ധിപ്പിക്കണമെന്നാണ് അസോസിയേഷനെ അഭ്യർത്ഥിക്കാനുള്ളത്. ഈ ആവശ്യം ഉന്നയിച്ച് ബന്ധപ്പെട്ടവർക്ക് എല്ലാവർക്കും നിവേദനം അയക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മേഖലാ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ ഭാരവാഹികളായ വർക്കിംഗ് ചെയർമാൻ ഷെവലിയർ സി ചാക്കുണ്ണി, കൺവീനർമാരായ സൺഷൈൻ ഷൊർണൂർ, TP വാസു, കേരള റീജിയൻ ഭാരവാഹികളായ A ശിവശങ്കരൻ, അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, PI അജയൻ, റിയാസ് നേരോത്ത്, CC മനോജ്, നോവെക്സ് മൻസൂർ CK എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. താമരശ്ശേരിയിൽ മരണപ്പെട്ട ഷഹബാസിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്ന് മനുഷ്യാവകാശ സേന കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ. കുടുംബത്തെ സന്ദർശിച്ച സേനാ ഭാരവാഹികൾ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു. ഷഹബാസിന്റെ കുടുംബം നിലവിലെ സാഹചര്യത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും അവരുടെ ആവശ്യങ്ങളും മനുഷ്യാവകാശ സേന കമ്മിറ്റി അംഗങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി. കുടുംബത്തിനാവശ്യമായ നീതിയും സാമൂഹ്യ സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി ഉയർന്ന തലത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. മനുഷ്യാവകാശ സേന കേരള വനിതാ പ്രസിഡന്റ് വനജ, ജില്ലാ ഡയറക്ടർ സുഹറ മാങ്കാവ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ആമിന ജിജു, നാഷണൽ PRO മുംതാസ്, സുബൈർ നെല്ലോളി, ഫൈസർ പെരുവയൽ തുടങ്ങിയവർ കുടുംബത്തെ സന്ദർശിച്ചു. അപ്പോൾ അവന്റെ ഉമ്മ അന്ന് കിടന്ന കിടപ്പാണത്. ഇന്നിപ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള ആമിന ജിജു അവർക്കൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത സമയത്താണ് അവർക്കൊരു തുള്ളി വെള്ളം ഇറക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ലഹരിയാണ് ഇതിനൊക്കെ പിന്നിലുണ്ടാകുന്ന ഒരു അവസ്ഥ.
ഞാൻ ഈ ലഹരി നിർമ്മാർജ്ജന സമിതി എന്നൊരു സംഘടന ഉണ്ട്, അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. അപ്പം അതിനെതിരായി കൊണ്ടുള്ള പോരാട്ടത്തിലാണ് വിദ്യാർത്ഥികളിൽ. നമ്മൾ എത്ര പോരാട്ടം നടത്തിയിട്ടും അതിങ്ങനെ വർദ്ധിച്ചു വരിക എന്നല്ലാതെ അതിന് മാറ്റം കാണുന്നില്ല. അപ്പം നമ്മൾ ഓരോ വീടുകളിൽ നിന്നാണ് ഇതിനുള്ള തുടക്കം കുറിക്കേണ്ടത്. ഷഹബാസിന്റെ ഉമ്മയ്ക്ക് മാനസിക പിന്തുണയും കൗൺസിലിംഗും നൽകിയതായി മനുഷ്യാവകാശ സേന അറിയിച്ചു. മനുഷ്യാവകാശ സേന പ്രവർത്തകയും ലൈഫ് സ്കിൽ കൺസൾട്ടന്റും ഹീലിംഗ് തെറാപ്പിസ്റ്റുമായ ആമിന ജിജുവാണ് ഷഹബാസിന്റെ ഉമ്മയ്ക്ക് പ്രത്യേക കൗൺസിലിംഗ് നൽകിയത്. കുടുംബാംഗങ്ങളുടെ മാനസിക ആരോഗ്യം പുനഃസ്ഥാപിക്കുന്നതിനും അവരുടെ വേദന കുറയ്ക്കുന്നതിനും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും തെറാപ്പിയും നൽകി. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി. EPF പെൻഷൻകാരുടെ പട്ടിണി മാറ്റാൻ സർക്കാർ തയ്യാറാകണമെന്ന് കേരള പ്രോവിഡന്റ് ഫണ്ട് മെമ്പേഴ്സ് ആൻഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ. സംഘടനാ അംഗങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്ത് സംസ്ഥാന കൗൺസിൽ കോഴിക്കോട്ട് ചേർന്നു. കേരള പ്രോവിഡന്റ് ഫണ്ട് മെമ്പേഴ്സ് ആൻഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ കൗൺസിൽ യോഗം കോഴിക്കോട്ട് നടന്നു. സംസ്ഥാന പ്രസിഡന്റ് അരവിന്ദാക്ഷൻ KT ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാനത്ത് പെൻഷൻ നിധിയിലേക്ക് യാതൊരു പൈസയും അടയ്ക്കാതെ 1600 രൂപ വാർദ്ധക്യകാല പെൻഷനായി നൽകുന്നുണ്ടെന്നും മറിച്ച് ജീവിതത്തിന്റെ നല്ല കാലം മുഴുവനും ജോലി ചെയ്ത് പിരിയുന്ന ബഹുഭൂരിപക്ഷം തൊഴിലാളികൾക്കും 1000 രൂപ മാത്രമാണ് പെൻഷൻ നൽകുന്നതെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. യാതൊരുവിധ പൈസയും മാസം സർക്കാരിലേക്ക് ക്ഷേമനിധിയിലേക്ക് കൊടുക്കാതെയാണ് വാർദ്ധക്യകാല പെൻഷൻ 1600 രൂപ വാങ്ങുന്നത്. മറിച്ച് ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ ജോലി ചെയ്ത് 30-35 വർഷം ജോലി ചെയ്ത് പിരിയുമ്പോൾ കേവലം 1000 രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാർ EPF പെൻഷൻ നൽകുന്നത്. ഇത് ന്യായമാണോ അന്യായമാണോ എന്ന് ഇവിടുത്തെ ജനങ്ങൾ ചിന്തിക്കണം. മാന്യമായ പെൻഷൻ നൽകി EPF പെൻഷൻകാരുടെ പട്ടിണി മാറ്റുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും മിനിമം EPF പെൻഷൻ 10,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും കേരള സർക്കാരുകളോട് സംഘടനാ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. പരിപാടിയിൽ സംസ്ഥാന ഉപാധ്യക്ഷൻ RK വേലായുധൻ അധ്യക്ഷനായിരുന്നു. K പ്രേംകുമാർ, E ബാലകൃഷ്ണൻ, MP മാത്യു, P ഹരിദാസൻ, T പ്രകാശിനി, P അബൂബക്കർ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി ഫറൂഖ് പ്രസ് ക്ലബ്ബ് വനിതാ ജനപ്രതിനിധി സംഗമം നടത്തി. ഫറൂഖ് കോളേജ് പ്രിൻസിപ്പൽ KA ആയിഷ സ്വപ്ന മുഖ്യാതിഥിയായി പങ്കെടുത്തു. പ്രസ് ക്ലബ്ബ് ഭാരവാഹികൾ നേതൃത്വം നൽകി. കോഴിക്കോട് കോർപ്പറേഷന്റെ ബേപ്പൂർ മേഖല, ഫറൂഖ് രാമനാട്ടുകര നഗരസഭകൾ, കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത്, കടലുണ്ടി പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള വനിതാ ജനപ്രതിനിധികളാണ് ഫറൂഖ് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച വനിതാ ജനപ്രതിനിധി സംഗമത്തിൽ പങ്കെടുത്തത്. ഫറൂഖ് കോളേജ് പ്രിൻസിപ്പൽ സംഗമത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. നമ്മൾ ഏത് മേഖലയിലാണുള്ളത് അവിടെയുള്ള സ്ത്രീകൾക്കെങ്കിലും തുല്യവേതനം എത്തിച്ചു കൊടുക്കുക. പുരുഷന്മാർക്ക് ഒരു പ്രത്യേക ഒരു ജോലിയിൽ ഏർപ്പെടുന്നവർക്ക് ഇത്ര തുകയാണെങ്കിൽ സ്ത്രീകൾക്ക് അത് കിട്ടുന്നുണ്ടോ, എന്തുകൊണ്ട് കിട്ടുന്നില്ല ഇത്യാദികളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പിന്നെ പലപ്പോഴും സ്ത്രീകള് നേതൃത്വത്തിൽ എത്തിക്കഴിയുമ്പോൾ അവർക്ക് സാധാരണ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവാറുണ്ട്. എല്ലാ വനിതകളും പറയുന്നുണ്ട്, ഞാൻ എന്റെ കുടുംബത്തിന് നന്ദി പറയുന്നു, കാര്യം എന്താ, എന്നെ സപ്പോർട്ട് ചെയ്യുന്നു.
പിന്നെ ഒരു കല്യാണക്കാര്യം വരുന്നു, അപ്പോ വീണ്ടും വാഗ്ദാനം ഇതാണ്, കുട്ടിയുടെ പഠനം അത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും, കുട്ടിയുടെ മുന്നിട്ടുള്ള മറ്റു പ്രവർത്തനങ്ങൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഈ സപ്പോർട്ടാണോ വേണ്ടത്? ആ സപ്പോർട്ട് എന്ന് വാക്ക് മാറ്റിയിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഡർഷിപ്പിലേക്ക് വരുന്ന ഈ ശരിക്കും പറയുകയാണെങ്കിൽ വനിതകൾക്ക് മുന്നിട്ടിറങ്ങാനുള്ള ശക്തി പകരാനുള്ള. രാമനാട്ടുകര നഗരസഭാ ചെയർപേഴ്സൺ ബുഷറ റഫീഖ് അധ്യക്ഷയായിരുന്നു. കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി അനുഷ, ഫറോക്ക് നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ കെ റീജ, കോർപ്പറേഷൻ കൗൺസിലർ എം ഗിരിജ, എം എ ബഷീർ, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് പി ഷാജി, ട്രഷറർ എൻ പി പ്രമോദ് ബാബു എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. ബീക്കൺ കാലിക്കറ്റ് ഏർപ്പെടുത്തിയ മാഗസിൻ അവാർഡ് മത്സരത്തിൽ ഫറൂഖ് കോളേജ് മാഗസിൻ ഒലിക്ക് 1ാം സ്ഥാനം. മാർച്ച് 13, 14 തീയതികളിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. അവരെഴുത്തും അതേപോലെ തന്നെ അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ അവർ നമുക്ക് കാണുന്നത് ഒരു മാഗസിനിലൂടെയാണ് അവർക്ക് അത് പ്രകടിപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. പിന്നെ അതല്ലാതെ നമുക്ക് അതിനകത്ത് വേറൊരു തരത്തിലും നമുക്ക് അവരുടെ സർഗപരമായിട്ടുള്ള കഴിവുകൾ നമുക്കങ്ങനെ അളക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇത് 2ാമത്തെ അവാർഡാണ് നമ്മൾ കൊടുക്കുന്നത്. യുവ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിദ്യാർത്ഥികളുടെ സർഗപരമായ മുന്നേറ്റങ്ങളെ അംഗീകരിക്കുന്നതിനുമായി കോഴിക്കോട്ടെ സാമൂഹ്യ സാംസ്കാരിക സംഘടനയായ ബീക്കൺ കാലിക്കറ്റ് ഏർപ്പെടുത്തിയ മാഗസിൻ അവാർഡിൽ 1ാം സ്ഥാനം ഫറൂഖ് കോളേജ് മാഗസിൻ ഒലിയും, 2ാം സ്ഥാനം കാസർഗോഡ് പെരിയ അംബേദ്കർ കോളേജ് മാഗസിൻ തലതിരിഞ്ഞവരുടെ കാനൂലും, 3ാം സ്ഥാനം പാലക്കാട് ഏഴക്കാട് യുവക്ഷേത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മാഗസിൻ നൂലാമാലയും നേടി. പ്രശസ്തി പത്രവും 5000, 4000, 3000 രൂപയുമാണ് പുരസ്കാരങ്ങൾ. ബീക്കൺ കാലിക്കറ്റിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് മാർച്ച് 13, 14 തീയതികളിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. MT വാസുദേവൻ നായർ അനുസ്മരണം, ബീക്കൺ അവാർഡ് സമർപ്പണം, ദേവരാഗം സംഗീത സന്ധ്യ എന്നിവയാണ് പ്രധാന പരിപാടികൾ. വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി KJ തോമസ്, പ്രസിഡന്റ് T സേതുമാധവൻ നായർ എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 2ാമത് ഡറയാസ് മാർഷൽ എൻഡോമെന്റ് അവാർഡിന് എൻട്രികൾ ക്ഷണിച്ചു. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. കൂടുതൽ വിവരങ്ങൾ അറിയാനായി 8301244618 എന്ന നമ്പറിൽ വിളിക്കാം. മാർഷലിന്റെ ഓർമ്മയ്ക്കായിട്ട് ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള അവാർഡായിരുന്നു ഫോർ ദ ബെസ്റ്റ് സോഷ്യൽ സർവീസ് ഇൻഡിവിജ്വൽ എന്ന് വേണ്ടിയിട്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ല ഇറ്റ് ഫോർ ഇൻഡിവിജ്വൽ നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യുന്ന ആൾക്കാരും അധികം ഫിനാൻഷ്യൽ റിസോഴ്സസ് ഒന്നും ഇല്ലാത്ത ആളെ തിരഞ്ഞെടുത്തിട്ട് ചെയ്യാനായിരുന്നു നമ്മൾ തുടങ്ങിയത്. സമൂഹത്തിന് വേണ്ടി നിസ്വാർത്ഥ സേവനം നടത്തുന്ന വ്യക്തിക്കാണ് ഡറയാസ് മാർഷൽ എൻഡോമെന്റ് അവാർഡ് നൽകുന്നത്. 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. പൊതുജനങ്ങളിൽ നിന്നുള്ള എൻട്രികൾ സ്വീകരിച്ച് അതിൽ നിന്നും 3 പേരെ ജൂറി കമ്മിറ്റി തിരഞ്ഞെടുക്കുകയും ഈ 3 പേരുടെ പ്രൊഫൈൽ വീഡിയോ സോഷ്യൽ മീഡിയ വഴി വോട്ടിനിട്ട് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്നയാളെ അവാർഡിനായി തിരഞ്ഞെടുക്കുകയും ചെയ്യും. അവാർഡിന് സ്വയം നിർദ്ദേശിക്കുകയും മറ്റുള്ളവരെ നിർദ്ദേശിക്കുകയും ചെയ്യാം. beachrotary25@gmail.com എന്ന ഇമെയിൽ ഐഡിയിലേക്കാണ് നോമിനേഷൻ അയക്കേണ്ടത്. മാർച്ച് 17-നകം നോമിനേഷൻ ലഭിച്ചിരിക്കണം. ഇവർക്കുള്ള പ്രൈസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഏറ്റവും നല്ല വ്യക്തിയെ തിരഞ്ഞെടുക്കുന്ന വ്യക്തിക്ക് 1 ലക്ഷം രൂപയാണ് ക്യാഷ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത്, പ്ലസ് സൈറ്റേഷൻ ഉണ്ടാവും. പിന്നെ സെക്കൻഡ് ആൻഡ് തേർഡ് പ്രൈസ് കിട്ടുന്നവർക്ക് 10,000 രൂപ വെച്ചിട്ട് പ്ലസ് സൈറ്റേഷൻ. വാർത്താ സമ്മേളനത്തിൽ കാലിക്കറ്റ് ബീച്ച് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് MR ശിവശങ്കരൻ, സെക്രട്ടറി രഞ്ജനി ഉമേഷ്, വൈസ് പ്രസിഡന്റ് സുബിൻ മാർഷൽ, ബിപിൻ അരവിന്ദാക്ഷൻ, AR വിനോദ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
Bobby Chamanur International Jeweler. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ഓൾ കേരള സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഫാൻസ് അസോസിയേഷൻ ആശാ വർക്കർമാരെ ആദരിച്ചു. കോഴിക്കോട് കോർപ്പറേഷൻ ആശാ വർക്കർമാർക്ക് നൽകിയ ആദര പരിപാടി കൗൺസിലർ കെ മൊയ്തീൻ കോയ ഉദ്ഘാടനം ചെയ്തു. ആശാ വർക്കർമാരുടെ അക്ഷീണ പരിശ്രമങ്ങൾക്കുള്ള അഭിനന്ദനം നൽകുക, ആശാ വർക്കർമാർക്ക് പ്രോത്സാഹനം നൽകുക, ജനങ്ങൾക്ക് മികച്ച സേവനങ്ങൾ ചെയ്യാൻ ആശാ വർക്കർമാരെ പ്രാപ്തരാക്കുക തുടങ്ങിയ ഉദ്ദേശങ്ങളോടെയാണ് പരിപാടി നടത്തിയത്. എഴുത്തുകാരനും പ്രോഗ്രാം ഡയറക്ടറുമായ നെല്ലിയോട്ട് ബഷീറിന്റെ അധ്യക്ഷതയിൽ നടന്ന വനിതാ ദിനാഘോഷം കോഴിക്കോട് കോർപ്പറേഷൻ വാർഡ് കൗൺസിലർ കെ മൊയ്തീൻ കോയ ഉദ്ഘാടനം ചെയ്തു. ഈ ചടങ്ങിന്റെ ഭാഗമായി ആശാ വർക്കർമാരെ ആദരിക്കുന്നു. കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ കേരളത്തിന്റെ സൈന്യം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികളെ ആദരിച്ച ഒരു കാര്യം ഇവിടെ ഓർക്കുന്നു. മാതൃഭൂമി സീനിയർ സബ് എഡിറ്റർ റജി ആർ നായർ വനിതാദിന സന്ദേശം നൽകി. ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഇ ലൈല പൊതുജനാരോഗ്യ അവബോധത്തെക്കുറിച്ച് ക്ലാസ് നടത്തി. കോഴിക്കോട് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ എൻ ജലാലുദ്ദീന്റെ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും പ്ലാൻസ് അവർ പാഷൻ ചീഫ് കോർഡിനേറ്റർ അബ്ദുൾ റഷീദിന്റെ പാരിസ്ഥിതിക അവബോധ ക്ലാസും നടന്നു. വനിതാ ഫോറം ചെയർപേഴ്സൺ എസ് രുക്മിണി, സിജി എഡ്യൂക്കേറ്ററും സാമൂഹ്യ പ്രവർത്തകയുമായ കെ റഹിയാന ബീഗം, ലക്ഷ്മി ഗണേഷ് എന്നിവർ വനിതാദിന വിഷയങ്ങൾ അവതരിപ്പിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ സതീഷ് പത്മനാഭൻ, സെക്രട്ടറി MA നവീൻ, അക്കൗണ്ട് ഓഫീസർ കെ ധനേഷ്, വൈസ് പ്രസിഡന്റ് ആനന്ദ് കൃഷ്ണ, സെക്രട്ടറി ജെറിൻ സോളമൻ, ഓർഗനൈസിംഗ് സെക്രട്ടറി മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്വരലയം റെസിഡൻസ് അസോസിയേഷൻ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. സാഹോദര്യത്തിന് മാതൃകയായി എല്ലാ വിഭാഗം ജനങ്ങളും നോമ്പുതുറയിൽ പങ്കാളികളായി. രണ്ടാം വർഷമാണ് സ്വരലയം റെസിഡൻസ് അസോസിയേഷൻ സമൂഹ നോമ്പുതുറ സംഘടിപ്പിക്കുന്നത്. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽ കുമാറിന്റെ നേതൃത്വത്തിൽ റെസിഡന്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഹബീബ്, ആലി, അജീഷ്, പ്രകാശൻ, ശൈലേഷ്, മിതോഷ്, പ്രശാന്ത്, ഗീത, മറിയം ബി, ശ്രീജ, സിഗ്മ എന്നിവർ പരിപാടികൾ ഏകോപിപ്പിച്ചു. മുഖ്യാതിഥികളായി റെസിഡന്റ് കോർഡിനേഷൻ സെക്രട്ടറി ബാബു, ആശാവർക്കർ ശ്രീലത, വാർഷികാഘോഷ കമ്മിറ്റി ചെയർമാൻ ജയൻ കാട്ടാമ്പള്ളി, റെസിഡൻസ് മുൻ പ്രസിഡന്റ് അസീസ് എന്നിവർ പങ്കെടുത്തു. നോമ്പുതുറയ്ക്ക് ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഓരോ വീടുകളിൽ നിന്നും കൊണ്ടുവന്നുകൊണ്ടാണ് നോമ്പുതുറ നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കട്ടിക്കാലി ശ്രീ ഭഗവതി കാവിലെ താലപ്പൊലി മഹോത്സവം സമാപിച്ചു. ഉണ്ണി മുണ്ടിയാടിന്റെ കാർമ്മികത്വത്തിലാണ് 3 ദിവസങ്ങളിലായി ഉത്സവ ചടങ്ങുകൾ നടന്നത്. ബേപ്പൂർ നടുവട്ടം തോണിച്ചിറയ്ക്ക് സമീപം കട്ടിക്കാലി ശ്രീ ഭഗവതി കാവിൽ ഉത്സവം വിശേഷാൽ പൂജകളോടെയും തിറ വെള്ളാട്ട് അവതരണങ്ങളോടെയും നടന്നു. കാവുണർത്തൽ, കേളിക്കൊട്ട്, ഒറ്റനിവേദ്യം, ശുദ്ധികലശം, കലശയാട്ടം തുടങ്ങിയ ചടങ്ങുകൾ നടത്തി. നടുവട്ടം പിണ്ണാണത്ത് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും വിവിധ വാദ്യമേളത്തോടുകൂടി ആഘോഷവരവ് പുറപ്പെട്ടു. മുത്തപ്പൻ, വില്ലി, നാഗകാളി വെള്ളാട്ടുകളും ഖണ്ഡാകർണൻ, ഗുളികൻ, കരിവില്ലി തിറകളും അവതരിപ്പിച്ചു. മെഗാ ഗാനമേളയും വേദിയിലെത്തി. കലംകരിക്കും ഗുരുതി തർപ്പണത്തിനും ശേഷം ചടങ്ങുകൾക്ക് സമാപനമായി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
ആരോഗ്യ വെല്ലുവിളികളെ അതിജീവിച്ച് അധ്യാപക സേവനം നടത്തിവരുന്ന മാനിപുരം AUP സ്കൂളിലെ അധ്യാപിക TM മിനിയെ വനിതാ ദിനത്തിൽ ഹോളിലാൻഡ് പിൽഗ്രിം സൊസൈറ്റിയും പ്രകൃതി ആയുർ ഹെറിറ്റേജും സംയുക്തമായി ആദരിച്ചു. പ്രകൃതി ഹെറിറ്റേജ് മീറ്റിംഗ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ K. അഖില ശങ്കർ അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ചെയർപേഴ്സൺ പ്രീമ മനോജ് ഉദ്ഘാടനം ചെയ്തു ഉപഹാരം നൽകി. കേരള ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് കോളേജ് കോഴിക്കോട് NSS യൂണിറ്റ് 137, സാമൂഹിക സന്നദ്ധ സേന ഡയറക്ടറേറ്റ് എന്നിവർ സംയുക്തമായി അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ കോഴിക്കോട്ടെ വിവിധ ഭാഗങ്ങളിൽ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. പരിപാടി അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ഉമേഷ് ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം ഓഫീസർ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വളണ്ടിയർ സെക്രട്ടറി ദിവ്യശ്രീ, സന്നദ്ധ സേനാ കോർഡിനേറ്റർ ആര്യ, വളണ്ടിയർ സാബിർ, സെക്രട്ടറി അനാമിക തുടങ്ങിയവർ സംസാരിച്ചു. മതസൗഹാർദ്ദം വിളിച്ചോതി MP റോഡിലെ പ്രമുഖ വ്യാപാര കേന്ദ്രമായ ബേബി ബസാർ സൗഹൃദ കൂട്ടായ്മ സ്ഥാപന കെട്ടിട ഉടമകൾ, ജീവനക്കാർ, കയറ്റിറക്ക് തൊഴിലാളികൾ, ഉപഭോക്താക്കൾ ഉൾപ്പെടെ എല്ലാവരെയും പങ്കെടുപ്പിച്ച് നോമ്പുതുറ നടത്തി. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതിമത പ്രായ ഭേദമന്യേ ബന്ധം സൗഹൃദമാക്കുന്നതിന് വേണ്ടിയാണ് വർഷം തോറും നടത്തിവരുന്ന ഇഫ്താർ വിരുന്ന് പൂർവാധികം വിപുലമായി സംഘടിപ്പിച്ചത്. P. ആഷിം, അൽതാഫ് K, അഷ്റഫ് M, നോവക്സ് മൻസൂർ, P. റഷീദ്, PM ഷെരീഫ് എന്നിവർ സൗഹൃദ കൂട്ടായ്മയുടെ ഇഫ്താറിന് നേതൃത്വം നൽകി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തീവണ്ടി യാത്രാ സുരക്ഷയുമായി ബന്ധപ്പെട്ട് റെയിൽ പാളങ്ങളിലെ പട്രോളിംഗ് ശക്തമാക്കണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. താമരശ്ശേരിയിൽ മരണപ്പെട്ട ഷഹബാസിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്ന് മനുഷ്യാവകാശ സേന. EPF പെൻഷൻകാരുടെ പട്ടിണി മാറ്റാൻ സർക്കാർ തയ്യാറാകണമെന്ന് കേരള പ്രൊവിഡന്റ് ഫണ്ട് മെമ്പേഴ്സ് ആൻഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ. വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി ഫറൂഖ് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വനിതാ ജനപ്രതിനിധി സംഗമം. ബീക്കൺ കാലിക്കറ്റ് ഏർപ്പെടുത്തിയ മാഗസിൻ അവാർഡ് മത്സരത്തിൽ 1ാം സ്ഥാനം ഫാറൂഖ് കോളേജ് മാഗസിന്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.